ഹലോ ഫ്രണ്ട്സ്, യാമി വ്ലോഗറിന്റെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് യാമീൻ്റെ കൂടെ ഒരു വ്ലോഗാണ്. ഒന്നല്ല, ഇപ്പോൾ ഒരു ചെറിയൊരു ഈവനിങ് വാക്കിംഗ് യാമീൻ്റെ കൂടെ. മാത്രമല്ല, നിങ്ങൾക്ക് വേറൊരു സാധനം കൂടി ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതായത് ബേബീസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന, അതായത് ഡ്രൈ സ്കിന്നുള്ള ബേബീസിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ക്രീമും ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ നമുക്ക് വാക്കിങ്ങിന് പോവാം. നടന്നേ. പതുക്കെ നടക്കണേ. ഈവനിങ് വാക്കിംഗ് ആണ് ഉദ്ദേശിച്ചത്, പക്ഷെ യാമി ഫുള്ളും എൻ്റെ മേത്ത് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെറിയ പറമ്പിൽ, അതായത് താമസിക്കുന്ന വീടിൻ്റെ പുറകിലെ ഒരു പറമ്പുണ്ട്, അതിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. എല്ലാം ഒന്ന് കാണിച്ചൊക്കെ കൊടുത്തിട്ട്. ഇവിടെയാണെങ്കിൽ നിറച്ച് കൊതുവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് അധിക നേരം നിൽക്കാനും പറ്റത്തില്ല, ആ ഒരവസ്ഥയാണ്. കുറച്ച് വാഴയും ജാതിക്ക, അതേപോലെ കടച്ചക്ക, അതൊക്കെയാണ് ഇവിടെ ഉള്ളത് കൂടുതലായിട്ടും. അപ്പോൾ നമ്മൾ സഞ്ജുവിനെ കൂട്ടിയിട്ടില്ല. സഞ്ജയ്ക്ക് ഓൺലൈൻ ക്ലാസ് എടുക്കാനുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. ഇവിടെ ആണെങ്കിൽ പാമ്പൊക്കെ ഉള്ള സ്ഥലം ആയതുകൊണ്ട് അധികം നേരം നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മൾ പുഴയുടെ അടുത്ത് എത്താനായി. ഇപ്പം നമുക്ക് പുഴ കാണാനായിട്ട് പറ്റും. ഇത് എവിടെ ആയിട്ടാണ് പുഴ. പാളുകളും ഒക്കെ രണ്ട് കടവിൽ അപ്പുറത്തുമായിട്ടാണുള്ളത്. ഇതാണ് പുഴ. ഇതിൻ്റെ അപ്പുറത്തൊക്കെ ആനയൊക്കെ വരുന്ന സ്ഥലമാണ് കേട്ടോ. ഓക്കെ, ഇവിടെയൊക്കെ വെള്ളം കയറുന്ന സ്ഥലമാണ്. നമ്മുടെ താമസിക്കുന്ന പുറത്തെ പറമ്പിൻ്റെ ബാക്കിലായിട്ട് പുഴയാണ്. അപ്പോൾ ഈ ചുറ്റുപാടെന്ന് വെച്ചാൽ ഈ കാണുന്നത് ഫുള്ളും വെള്ളം കയറും. വീടിൻ്റെ മുറ്റം വരെ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ വെള്ളം കയറുന്ന പതിവുണ്ട് കേട്ടോ. കുറച്ചേരം പുഴയൊക്കെ കണ്ടു. പുഴയിലൊന്ന് ജസ്റ്റ് യാമിനി ഒന്ന് കൊണ്ട് വെറുതെ ഒന്ന് ഇറക്കിയിട്ട് ഇങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അവിടെ പിന്നെ ആൾക്കാരൊക്കെ കുളിക്കുന്ന കാരണം നമുക്ക് അധികം നേരം ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പതുക്കെ പോവാം. കുറുമ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കയ്യിൽ കിട്ടിയതൊക്കെ എടുക്കാനും വായിലിടാനൊക്കെ ആൾ തുടങ്ങിയിട്ടുണ്ട്. ആ, എന്താ ചെയ്യുന്നേ? ഹാൻഡ്സ് അപ്പ് എക്സസൈസ് ചെയ്യാണോ? ഓ, യാമിക്കിപ്പോൾ ഒരു പാള എത്തിയിട്ടുണ്ട്. അത് ഇരുന്ന് കളിക്കാനുള്ള പരിപാടിയാണ്. എന്താ യാമി? അങ്ങനെ തിരിച്ച് വീടെത്തി. ആള് വീണ്ടും പുറകോട്ട് തന്നെ പോവാണ്. യാമി വാ വാ വാ, യാമി വാ 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 വാ, പോവാം പോവാം, വീട്ടിൽ പോവാം. വാ, വീട്ടിൽ പോവാം. ഇങ്ങോട്ട് വാ 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 വാ, വീട്ടിൽ പോവാം. വാ 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 വാ, പിന്നെ പോവാം കേട്ടോ. വാ 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 വാ, പോവാം, വീട്ടിൽ പോവാം. വാ, ആ വാ. വീടല്ലേ? ഒരു ഡാൻസ് ചെയ്തേ. നമ്മൾ വാക്കിംഗ് ഒക്കെ കഴിഞ്ഞില്ലേ? ഇഷ്ടപ്പെട്ടോ വാക്കിംഗ്? ഒരു ഡാൻസ് ചെയ്തേ. ഡാൻസ് ചെയ്തേ. എന്താ?
അപ്പോൾ വാക്കിങ്ങിനൊക്കെ ശേഷം ഇനിയിപ്പോൾ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ യാമിക്ക് വേണ്ടി നട്ട ചെടിയാണിത് കേട്ടോ. പനിക്കൂർക്കയുടെ ചെടിയാണിത്. അപ്പോൾ എന്തെങ്കിലും കുഞ്ഞുങ്ങൾക്ക് കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ പനി ആയാലും ചുമയ്ക്കൊക്കെ നല്ലതാണ് നമ്മുടെ ഈ പനിക്കൂർക്ക. അപ്പോൾ ഇത് രാവിലെ വെറും വയറ്റിൽ ജസ്റ്റ് ഒന്ന് വാട്ടിയതിന് ശേഷം പിഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ നമുക്കൊരു ചെറിയൊരു ഇത് ഇവിടെ ഒന്ന് കട്ട് ചെയ്തിട്ട് നട്ടാൽ തന്നെ നമുക്ക് ഉണ്ടാവും. എനിക്കാകെ ഇതുപോലൊരു ചെറിയൊരു പീസാണ് കിട്ടിയിരുന്നു കേട്ടോ. അതിപ്പോൾ ഇത്രയായി. അപ്പോൾ വളരെ നല്ലതാണ്. എല്ലാവരും ഇത് കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ എല്ലാവരും ഇത് നടുന്നത് വളരെ നല്ലതായിരിക്കും. അതേപോലെ തന്നെയാണ് കൃഷ്ണ തുളസി ഉണ്ട്, അതും നല്ലതാണ്. ഇതേ ഗുണങ്ങൾ തന്നെയാണ് അതിനുള്ളത് കേട്ടോ. പിന്നെ നമ്മുടെ സ്കിൻ കെയറിന് വേണ്ടിയിട്ടുള്ള കറ്റാർവാഴ അങ്ങനത്തെ ചെറിയ ചെറിയ ചെടികളാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്ത് വർക്ക് ചെയ്യിക്കുകയാണെങ്കിലും നമ്മുടെ ബേബീസിനെയും അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കാമെന്നുണ്ടെങ്കിൽ അവരെ വാശി കുറയാൻ വേണ്ടിയിട്ട് അവർ അപ്പോൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടിരിക്കുകയെന്നുണ്ടെങ്കിൽ അവരെ വാശിയൊക്കെ കുറയാനും അതേപോലെ കുറച്ചും കൂടി ആക്റ്റീവ് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ കൂടെ അവരെയും ഇൻക്ലൂഡ് ചെയ്യിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഞാമിപ്പോൾ ആ പൂവൊന്ന് പറിക്കാനായിട്ട് നോക്കുകയാണ്. കിട്ടുന്നില്ലേ? ആണോ? ഓ ആ ബാ പോവാം, വാ നമുക്ക് അപ്പുറത്തോട്ട് പോവാം. ബാ അപ്പോൾ യാമിക്കിപ്പോൾ ചെരുപ്പ് ഈ ഇടയാട്ടോ വാങ്ങിയത്. അപ്പോൾ ആൾക്ക് ഇപ്പോൾ ആ ചെരുപ്പ് ഇട്ടിട്ട് പുറത്തിറങ്ങിയതിൻ്റെ സന്തോഷത്തിലാണ്. ഓ ഡാൻസ് ചെയ്യാനോ? പതുക്കെ പതുക്കെ വീഴല്ലേ? ആ എങ്ങനെ ഡാൻസ് ചെയ്യാ? അങ്ങനെയാണോ ഡാൻസ് ചെയ്യാ? നല്ലതാ. കളിച്ചോ. ഡാൻസ് ചെയ്തോ കേട്ടോ. ആള് ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ നമ്മളെ ഈ കോവിഡൊക്കെ ആയത് കാരണം പുറത്തേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ജസ്റ്റ് വീടിൻ്റെ പുറത്തിറങ്ങാൻ മുറ്റത്തും കൂടെ ചുറ്റുപാട് കൂടെ നടക്കാമെന്നല്ലാതെ പുറത്തേക്കൊന്നും കൊണ്ടുപോകുന്നില്ല. അപ്പോൾ ജസ്റ്റ് പുറത്തിറങ്ങിയാൽ തന്നെ ആൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ചെറിയൊരു കമ്പ് തരാം യാമിക്ക് കളിക്കാൻ. ഇതെന്ത് അടിച്ചു വരാണോ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഞാനൊരു ക്രീം കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ ക്രീം. വെനിസിയൻ്റെ ക്രീമാണിത് കേട്ടോ. ഇതിന് ഡോക്ടർ യാമീൻ്റെ സ്കിന്ന് ഡ്രൈ ആയതുകൊണ്ട് ഡോക്ടർ തന്ന ഒരു ക്രീമാണ്. ഇത് യൂസ് ചെയ്തിട്ട് ഇതേവരെ യാതൊരുവിധ പ്രശ്നമില്ല. ഏകദേശം ഒരു 8 മാസത്തോളമായിട്ട് യാമിക്ക് ഈ ഒരു ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഫേസിലൊന്നും അപ്ലൈ ചെയ്യുന്നില്ല. ഏറ്റവും കൂടുതൽ ഡ്രൈനെസ് അവിടെ ലെഗ്സിലാണ്. അപ്പോൾ ലെഗിലാണ് കൂടുതലായിട്ടും ഇത് തേച്ച് കൊടുക്കുന്നത്. ഇനി ഇത് തേച്ച് കൊടുക്കേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ കുളി കഴിഞ്ഞ ഉടനെ ജസ്റ്റ് ഒരു നനവോട് കൂടിയിരിക്കുന്ന സമയത്ത് തന്നെ തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. ഇപ്പോൾ ഡ്രൈനെസ് ഏകദേശം കുറഞ്ഞു വന്നിട്ടുണ്ട് അവളുടെ. നല്ലൊരു ക്രീമാണ് കേട്ടോ. അതാ നമുക്ക് മെഡിക്കൽ ഷോപ്പിലാണ് ഇത് വാങ്ങിക്കാനായിട്ട് കിട്ടുക. അത് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഫോർ വെരി ഡ്രൈ സ്കിന്ന്. അപ്പോൾ നിങ്ങളുടെ ഡ്രൈ സ്കിന്ന് ആ ഡ്രൈനെസ് അങ്ങ് ഒരുപാട് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ വളരെയധികം സ്യൂട്ട് ചെയ്യുന്ന ഒരു ക്രീമാണിത്. അതുമാത്രമല്ല ഒരുപാടൊന്നും തേക്കേണ്ട കാര്യമില്ല. കുറച്ച് തേച്ചാൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും. അതേപോലെ ഇനിയിപ്പോൾ ഡ്രൈനെസ് മാറുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് ഡോക്ടർ റെക്കമെൻഡ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ വിശ്വസിച്ച് നമുക്ക് യൂസ് ചെയ്യാം. മാത്രമല്ല ഞാൻ പറഞ്ഞ പോലെ യാമിക്ക് യൂസ് ചെയ്തതാണ് 8 മന്തായിട്ട് 8 മാസത്തോളം ഇപ്പോൾ ഇത് യൂസ് ചെയ്ത് വരുന്നുണ്ട്. ഇതിപ്പോൾ ഈ പാക്ക് ഇപ്പോൾ തീരാനായി.
അപ്പോൾ ഞങ്ങൾക്കിതിപ്പോൾ ഇവിടുത്തെ മെഡിക്കൽ ഷോപ്പിൽ ഇത് കിട്ടത്തില്ല. അപ്പോൾ ഒന്നില്ലെങ്കിൽ കോയമ്പത്തൂർ അല്ലെങ്കിൽ പാലക്കാട്ടിൽ നിന്ന് വേണം ഇത് വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ഞാൻ എക്സ്ട്രാ ഒരെണ്ണം കൂടി നേരത്തെ തന്നെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബേബീസിന് ഡ്രൈ സ്കിന്നാണ് അല്ലെങ്കിൽ ഒരുപാട് ഡ്രൈനെസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ക്രീം യൂസ് ചെയ്യാവുന്നതാണ്. അത് മാത്രമല്ല ഇനിയിപ്പോൾ തണുപ്പ് കാലമൊക്കെ വരുമ്പോൾ എന്തായാലും കുഞ്ഞുങ്ങൾക്ക് ഒരു വരൾച്ച ഉണ്ടാവും. കാലിലായാലും കൈകളിലൊക്കെ ആയാൽ നല്ല ഒരു വരണ്ട് വരുന്ന ഒരവസ്ഥ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്രീമും കൂടിയാണിത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നോ ആൾ കുറുമ്പൊക്കെ കാണിക്കാൻ തുടങ്ങി. അപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് അകത്ത് കയറ്റണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു ദിവസം വേറൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. യാമി ചേട്ടാ ബൈ ബൈ പറ. ബൈ ബൈ പറ. ആ ഓക്കെ, താങ്ക് യു.